ഹായ് ഹലോ നമസ്കാരം. അമ്പിളി ഹാൻഡ് എംബ്രോയിഡറി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ബീഡ്സ് വർക്കായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. ഈ ചുരിദാറുമ്മയാണ് നമ്മൾ ബീഡ്സ് വർക്ക് ചെയ്യുന്നത്. കണ്ടോ, ഇതിൻ്റെ ഈ ഏരിയ മാത്രമാണ് നമുക്ക് കുറച്ച് വർക്കുള്ളത്. ഇതിൻ്റെ നെക്കിലൊന്നും ഒരു വർക്കുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് നെക്കിൽ കുറച്ച് ബീഡ്സ് വർക്ക് ചെയ്ത് കൊടുത്തോളാം. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റണതാണ് കേട്ടോ. നിങ്ങൾക്കൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ബീഡ്സ് ഇത് വേണം, ബീഡ്സ് മേടിക്കാൻ കിട്ടുന്നത് റൗണ്ട് ബീഡ്സ് ആണ് കേട്ടോ. ചെറിയ ബീഡ്സ് അല്ല, ഇത്തിരി വലിപ്പമുള്ള ബീഡ്സ് ആണ് കേട്ടോ. അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ നെക്ക് ഡിസൈൻ ചെയ്യാമെന്ന് നോക്കാം. ഇത് മാത്രമാണ് നമ്മൾ ചെയ്യണുള്ളൂ കേട്ടോ, വേറെ ബീഡ്സ് ഒന്നും എടുക്കണില്ല. ബീഡ്സിൻ്റെ ഹോള് ഇത്തിരി വലിപ്പമുള്ളതാണ്. അപ്പോൾ നമുക്ക് സാധാ കനം കുറഞ്ഞ എംബ്രോയിഡറി സൂചി ഉപയോഗിച്ചിട്ട് ഇത് ചെയ്യാൻ പറ്റും. നമ്മൾ സാധാ നൂലാണ് എടുക്കണത് കേട്ടോ. കണ്ട, അപ്പോൾ നിങ്ങൾക്ക് ബീഡ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്തിരി കൂടി ചെറിയ ഹോളുള്ള ബീഡ്സൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും. അതിന് ബീഡ്സ് തുന്നണ സൂചി നമുക്ക് മേടിക്കാൻ കിട്ടും കേട്ടോ. അത് മേടിച്ച് ഉപയോഗിക്കാം. സ്റ്റാർട്ട് ചെയ്താലോ. ഇതിൻ്റെ നെക്കിൻ്റെ ഈ സൈഡിൽ നിന്നാണ് നമ്മൾ കുത്തിയെടുക്കുന്നത് കേട്ടോ. ഈ സൈഡിൽ നിന്ന് നമ്മൾ കുത്തിയെടുത്തു. എന്നിട്ട് ഇങ്ങനൊരു ലെയർ ഫുള്ളുമാണ് വെച്ച് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ ബീഡ്സ്. എന്നിട്ട് ഓരോ മണികളും ഇതിൽ കോർത്ത് കൊടുക്കുക. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് ഓരോ മണികളായിട്ട് നമ്മൾ കോർത്ത് ഫുള്ള് നമ്മൾ ഈ ഏകദേശം ഈ നെക്കിൻ്റെ ഇതവിടെ നമ്മൾ ഫുള്ളും ഇത് തുന്നിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. ഇത് നമ്മൾ ഇനി ഈ ഇവിടെ താഴേക്ക് അതിൻ്റെ കറക്റ്റ് അളവ് നോക്കി എത്തുന്നുണ്ട് നോക്കിയിട്ട് ഇവിടേക്ക് നമ്മൾ താഴേക്ക് കുത്തിയിറക്കും. ഞാൻ ഇത്രയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. കണ്ട, കറക്റ്റ് വന്നു. എന്നിട്ട് ഇവിടെ നമ്മൾ കെട്ടിട്ട് കൊടുക്കുക. നല്ല ഉറപ്പുള്ള കെട്ടായിക്കോട്ടെ കേട്ടോ. അതിനുശേഷം ഇനിയിപ്പോൾ അത് നമ്മളിങ്ങനെ കഴുത്ത് വെച്ച് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നുണ്ട്. അപ്പം നീങ്ങാതിരിക്കാനും ഉറപ്പ് കിട്ടാനും വേണ്ടിയിട്ട് ഓരോ ബീഡ്സിൻ്റെ ഉള്ളിൽ നമ്മൾ ഇങ്ങനൊരു തുന്നൽ കൂടി കൊടുക്കുക. വളയാതെ ചെയ്യണം കേട്ടോ, എന്നാലേ കറക്റ്റ് ഷേപ്പ് വരുള്ളൂ. കണ്ട, നമ്മളത് ഉറപ്പിച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ടും നേരെ കറക്റ്റായിട്ട് കിട്ടാനും വേണ്ടിയിട്ട് കേട്ടോ. ഓരോ ബീഡ്സിൻ്റെ ഇടയിൽ വരുമ്പോഴും നമ്മൾ ഈ നൂല് കൊണ്ട് ഓരോ കെട്ട് ഇട്ട് കൊടുക്കുക. അതിവിടെ ഉറച്ച് കിട്ടും. അങ്ങോട്ട് ഇങ്ങോട്ട് പോകുള്ളിൽ കണ്ടോ, ഇതെല്ലാം തുന്നിയത് അങ്ങോട്ട് ഇങ്ങോട്ട് പോകുള്ളി. ബാക്കി കണ്ട ഇത്രയും വരെയും തുന്നിയിട്ടുണ്ട്. കണ്ട, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതെ നിൽക്കുന്നത് കണ്ടോ. ഇത് ഫുള്ളായിട്ട് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഈ ഭാഗം നമ്മൾ ഫുള്ളായിട്ടും അങ്ങനെ ഇടയിൽ നൂലിട്ട് തുന്നി കൊടുത്തു കേട്ടോ. അപ്പോൾ എന്താ കറക്റ്റായിട്ട് നിൽക്കണുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ ചലിക്കുന്നില്ല കേട്ടോ. നന്നായി ഉറപ്പിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇനി ഈ ഭാഗത്ത് നമ്മൾ കുറച്ചുകൂടി ബീഡ്സ് ഇവിടേക്ക് അങ്ങനെ ഇടയിലായിട്ട് ചെയ്ത് നോക്കുകയാണ് കേട്ടോ. അതിനുശേഷം നമുക്ക് ഈ ഭാഗം ചെയ്ത് കൊടുക്കാം. അത് ഒരു ഭാഗം ക്ലിയർ എങ്ങനെയുണ്ട് ഭംഗിയുണ്ടെന്ന് നോക്കിയതിന് ശേഷം ബാക്കി ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് 3 ബീഡ്സാണ് എടുക്കണേ കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ താഴെ നിന്ന് കുത്തിയെടുത്ത് 2 ബീഡ്സ് ഇതിൽ കോർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇത് ഇവിടെ ഒന്ന് താഴേക്ക് കുത്തിയിറക്കുകയാണ് കേട്ടോ. അപ്പം ഇങ്ങനെ ഒരു ഷേപ്പ് വന്നു. ഇനി ഇതിൻ്റെ നടുഭാഗത്തായിട്ട് നമ്മൾ കുത്തിയെടുക്കുകയാണ്. നമുക്കൊരു ബീഡ്സും കൂടെ ഇവിടെ നടുഭാഗത്ത് ഇല്ല, രണ്ട് ബീഡ്സിൻ്റെ ഇടയിൽ കേട്ടോ ഒരു ബീഡ്സും കൂടെ നമുക്ക് കോർത്ത് കൊടുക്കണം. 3 ബീഡ്സായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതാ ഒരു ബീഡ്സും കൂടെ നമ്മൾ ചെയ്ത് കൊടുത്തു. ഇനി താഴേക്ക് കുത്തിയിറക്കുക. കണ്ട, ഇവിടെ നന്നായി
തുന്നി കെട്ടിയിട്ട് കൊടുക്കുക കേട്ടോ. ചെറിയ ഫ്രെയിം ഉപയോഗിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് സിമ്പിളായിട്ടുള്ള വർക്ക്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണ വർക്കാണ് കേട്ടോ. കണ്ടോ, ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ട് ഈ ഏരിയ ഫുള്ളായിട്ട് നമുക്ക് ചെയ്യണം കേട്ടോ. ഇത് ഫുള്ളായി ചെയ്തതിന് ശേഷം നമുക്ക് കാണാം.